Bangalore. Yes, we are in Bangalore, guys. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ, ലാസ്റ്റ് വീഡിയോ ഇൻ ദ സെൻസ് അമ്പലത്തിൽ പോണതാണ് എൻ്റെ കൂടെ അനിയൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ ലീവ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനും എൻ്റെ കൂടെ ബാംഗ്ലൂരോട്ട് വന്നു. അപ്പം ഇനിയുള്ള കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞങ്ങൾ ഇന്നലെയാണ് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഇസ് 17th August. ഞങ്ങൾ ഓൾറെഡി തൃശ്ശൂർ ടു ബാംഗ്ലൂർ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. KSRTCയുടെ ഗജരാജയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലീപ്പർ. അപ്പോൾ ഇന്നലെ ഒരു അറൗണ്ട് 7:30 ആയപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലോട്ട് ബസ് കയറി. ആൻഡ് അവിടെ ഒരു 8:45 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്തു ബസ്സിന്. 9:30ക്കുള്ള ബസ് എപ്പോഴാണ് അറിയുന്നത്? 10:30 ഒക്കെ കഴിഞ്ഞ് ബസ് വന്നപ്പോഴത്തേക്കും അത്രയും നേരം പോസ്റ്റ് ആയിരുന്നു. ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലുതെന്ന് പറയാനായിട്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു. ഈ ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് പോകണമെന്ന് ആലോചിച്ചാൽ ഇതുവരെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. അങ്ങനെ ആ ചൂടത്ത് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് ബസ് വന്നു ഒരു 10:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങളൊന്ന് സെറ്റിലായി, എല്ലാം കയറി ബസ്സിലൊക്കെ കടന്നപ്പോഴത്തേക്കും ബസ് എടുത്തപ്പോഴത്തേക്കും എനിക്ക് ആകെ തല ഇറങ്ങിയ അവസ്ഥയായിരുന്നു. ഞാൻ ഇതുവരെ സ്ലീപ്പറിൽ കയറിയിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം. ബസ് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, തല കറങ്ങിയതായിരുന്നു. അത് കഴിഞ്ഞ് ഹൈവേയിലേക്കൊക്കെ എത്തിയപ്പോഴാണ് ഒന്നൊന്ന് സെറ്റിലായത്. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ ചുമ്മാ കിടക്കണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 7:30 ആയപ്പോൾ സാറ്റലൈറ്റ് ബാംഗ്ലൂർ എത്തി. സാറ്റലൈറ്റ് ആണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടെ എത്തി ക്യാബ് ബുക്ക് ചെയ്തു. ഊസ്മോനാണ് ക്യാബ് ബുക്ക് ചെയ്തത്. ഊസ്മോൻ എൻ്റെ അനിയനാണ്, അനിയൻ്റെ പേര് സനു എന്നാണ്, പക്ഷെ ഞാൻ ഊസ്മോൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇനിയുള്ള കണ്ടിന്യൂസ് വീഡിയോസിൽ ഊസ്മോൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. അപ്പോൾ അതെൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ ഊസ്മോൻ ക്യാബ് ബുക്ക് ചെയ്ത് അവൻ ഇട്ട ലൊക്കേഷൻ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ഞങ്ങൾ അവിടെ ഇറങ്ങി, അവിടെ ക്യാബിന് കാശ് കൊടുത്ത് വീണ്ടും തിരിച്ച് അവൻ്റെ കോളേജിൻ്റെ അടുത്താണ് റൂം, അവിടേക്ക് വീണ്ടും ക്യാബ് ബുക്ക് ചെയ്ത്. ഉമ്മയോടെ അതും കുറച്ചും കൂടി ലേറ്റായി, 1 മണിക്കൂറോളം ലേറ്റായി. വരുന്ന വഴിക്ക് ഞങ്ങൾ ഉടുപ്പിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടാണ് വന്നത്. പൂരി, മസാല ദോശ ആൻഡ് വട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമുണ്ടായില്ല, നല്ല ഫുഡായിരുന്നു. എന്നിട്ട് ഒന്ന് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളൊന്ന് കിടന്നുറങ്ങി. വീണ്ടും ഒരു 3:30 പിസ്സ ഹട്ടിൽ നിന്ന് പിസ്സ കഴിച്ചു. അതാണ് നിങ്ങളുടെ ലഞ്ച്. അത് കഴിഞ്ഞ് ഇപ്പം സമയം ഒരു 5 മണിയായി. അപ്പോൾ ഉസ്മാനിനെ ചേർച്ച് സ്ട്രീറ്റിലോട്ട് കൊണ്ടുപോകാൻ. അപ്പം നമ്മൾ അവിടേക്ക് പോകാൻ പോകണം. സോ ചേർച്ച് സ്ട്രീറ്റ് ഇവിടെ അടുത്താണെന്നാണ് ഉസ്മാൻ പറഞ്ഞത്. പക്ഷേ ഈ കോളേജ് കുറച്ച് ഉള്ളിലേക്കാണ്ട് ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോയിട്ട് പിന്നെ മെട്രോയിൽ പോകണം. പിന്നെ ചേർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഈവനിങ് ടു നൈറ്റ് ലൈഫ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് അപ്പോഴാണ് ആക്റ്റീവ് ആവുക. ഇതിൻ്റെ എൻ്റെ ഒരു കത്തീഡ്രലൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ചേർച്ച് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടുതലും സ്ട്രീറ്റ് ഷോപ്പിംഗ്, പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ്, അതേപോലെ തന്നെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ട്, മോൾസ് ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ആൻഡ് ഫുഡിങ് ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് അവിടുത്തെ വാൾസിലൊക്കെ നിറയെ വാൾ പെയിൻറ്റിങ്സ് ഉണ്ട്. സോ ആർട്ട് റിലേറ്റഡ് ആയിട്ടും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ട്രീറ്റും കൂടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമുക്ക് റെഡി ആവാം. ഫസ്റ്റ് കുളിച്ച് നല്ല കുട്ടപ്പിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് വരാം. അപ്പം റെഡി ആയിട്ട് ഹലോ, അപ്പോൾ നമ്മൾ റെഡിയായി ചേർച്ച് സ്ട്രീറ്റ് പോകാൻ. ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇതൊരു സ്ട്രെയിറ്റ് കട്ട് കൈൻഡ് ഓഫ് ബാഗി ജീൻസ് ആണ്. ആൻഡ് ദിസ് ഈസ് സുഡിയോ എന്ന് വാങ്ങിച്ചാൽ നിങ്ങൾ ഹാളിൽ കണ്ടിട്ടില്ലേ, ആ ഒരു ടീഷർട്ടും. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഊബറിൽ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോയിലാണ് മെട്രോ സ്റ്റേഷൻ വരെയും പോയത്. അപ്പോൾ ഇവൻ സ്റ്റേ ചെയ്യുന്നത് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവൻ പഠിക്കുന്ന കോളേജിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മെട്രോ സ്റ്റേഷൻ വരേക്കും ഓട്ടോയിലാണ് പോയത്. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച കാര്യം എന്താണെന്നറിയോ, രാവിലെ ക്യാബ് ബുക്ക് ചെയ്ത് വന്നപ്പോഴും ഓട്ടോയിൽ പോകുമ്പോഴും റോഡിലൂടെ പോകുമ്പോഴൊക്കെ നോക്കുകയാണെങ്കിൽ ഈ എല്ലാവരുടെ ചവിട്ടിലും ഹെഡ്സെറ്റ് ഉണ്ട്. പിന്നെ ചിലവരുടെ കയ്യിലൊക്കെ 2 ഫോണുണ്ട്. ചിലർ യൂട്യൂബിൽ വീഡിയോ കാണലും ഫോൺ സംസാരിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കണത്. ഒരു ശ്രദ്ധയില്ലാണ്ട് എല്ലാവരും വണ്ടി ഓടിക്കണേ. അങ്ങനെ അധികം ബ്ലോക്കൊന്നും കിട്ടാണ്ട് നമ്മൾ വേഗം തന്നെ ദാസരള്ളി മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതാണ് ദാസരള്ളി മെട്രോ സ്റ്റേഷൻ കേട്ടോ. നമുക്ക് പോകേണ്ടത് MG റോഡിലോട്ടാണ്. ഹലോ ഉസ്മാനെ, ഇതിപ്പോൾ എവിടെയാ? ദാസരള്ളി മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ദാസരള്ളി മെട്രോ സ്റ്റേഷനിലെത്തി. ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ മെട്രോ കയറിയിട്ട് കാണാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് മെട്രോ പോകുന്നത്. നമ്മുടെ എറണാകുളത്തുള്ള മെട്രോ പോലെ അല്ല കേട്ടോ.
ഇതിൽ അങ്ങട് ഇങ്ങടൊക്കെ കുറേ മെട്രോ പോകുന്നുണ്ട്, കുറേ മെട്രോസ് വരും പോകും. 3 നിലയിലൊക്കെയാണ് മെട്രോ വരുന്നതൊക്കെ. അതൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ പോകുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇപ്പം ഞാൻ പോണോടത്തേക്ക് തന്നെ ദാസറള്ളിന്ന് MG റോഡിലേക്കാണ് പോകേണ്ടത്. ഊസ്മോൻ പേടിഎമ്മിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് സ്കാനർ വരും. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് വേണം പോകാൻ. പക്ഷേ ടിക്കറ്റ് ഒന്നാണ്. നമ്മൾ ദാസറള്ളിന്ന് മാജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് മാജസ്റ്റിക്കിൽ നിന്ന് വീണ്ടും MG റോഡിലേക്ക് വേറെ മെട്രോ കയറും. നമുക്ക് ഇവിടേക്ക് ബൈക്കിലും ക്യാബിലൊക്കെ വരാം. പക്ഷേ ട്രാഫിക്ക് അറിയാലോ, ബാംഗ്ലൂരിലത്തെ ട്രാഫിക്ക് അതൊക്കെ നോക്കുമ്പോൾ മെട്രോയിൽ വരുന്നതാണ് സുഖം. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. MG റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്നെ ചർച്ച് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. കണ്ട തിരക്ക് എന്താണെന്ന്. മെട്രോ ഒക്കെ ഇറങ്ങി കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഭയ്യ റിങ്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു ഫുട്പാത്തിൽ. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ആ വലിയ സ്റ്റോൺ വെച്ച റിങ്സിനൊക്കെ ജസ്റ്റ് 50 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. സൂപ്പർ അഫോർഡബിൾ ആണ്. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൈസ് കിട്ടിയില്ല. എനിക്ക് റിംഗ് ഫിംഗറിൽ ഇടാനായിട്ടല്ല, ഈ ചൂണ്ടുവിരലിൽ ഇടാനായിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷേ അത് അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിരുന്നില്ല. അത് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ. അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. പക്ഷേ നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ സ്റ്റാർബക്സിൻ്റെ അടുത്ത് തന്നെ ഇലാഹുയി ILAHUI ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് അങ്ങനത്തെ ഒരു കട ഉണ്ടായിരുന്നു. മിനിസോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇത് മിനിസോ പോലത്തെ തന്നെ അതേ എല്ലാ പ്രോഡക്ട്സും മിനിസോയുടെ പോലെ തന്നെ ബാഗ്സ്, കപ്സ്, സ്റ്റേഷനറി ഐറ്റംസ്, ഷീറ്റ് മാസ്ക്, കാൻഡിൽസ്, ടോയ്സ്, സോഫ്റ്റ് ടോയ്സ്, ബാഗ്സ് എല്ലാം സെയിം തന്നെ. ബട്ട് കുറച്ചും കൂടി അഫോർഡബിൾ ആണ് ഈ കടയിൽ എന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് മിറർ ആട്ടോ, പോക്കറ്റ് മിറർ. അതിൽ തന്നെ ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉണ്ട്. റൗണ്ട് മിറർ, സ്ക്വയർ മിറർ, അങ്ങനെ കുറേ ഉണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു കുട്ടി കോംബ് കൂടെ കിട്ടും. ഇത് രണ്ടും കൂടി ജസ്റ്റ് 90 റുപ്പീസ് ഉള്ളൂ. ഞാനിത് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നേ. ഊസ്മോനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാണ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കാണുന്നത്. കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ആഗസ്റ്റ് 15ൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് കാണാം. കുറച്ച് നല്ല ഫ്ലവർ വേസസ് ഒക്കെ ഉണ്ട്. നൈസ്, അടിപൊളി TDBS ഉണ്ട് കണ്ടോ. നൈസ് അല്ലേ. ചർച്ച് സ്ട്രീറ്റ് എന്ന് എഴുതിയ ബോർഡിൻ്റെ രണ്ട് സൈഡിലോട്ടും ഫുൾ ബ്രാൻഡഡ് ഷോപ്സാണ്. ഷൂസ്, ഗേൾസ് വെയർ ആയിക്കോട്ടെ, ബോയ്സ് വെയർ ആയിക്കോട്ടെ, ഫോർമൽസ്, കാഷ്വൽസ് എല്ലാം ഫുൾ ബ്രാൻഡഡ്. ന്യൂ ബാലൻസിൻ്റെ ഷോപ്സ് ഉണ്ടായിരുന്നു. അതേപോലെ ലൂയിസ് ഫിലിപ്പ്, അങ്ങനെ കുറേ ബ്രാൻഡിൻ്റെ ഷോപ്സ് ആയിരുന്നു രണ്ട് സൈഡിലും. പിന്നെ നമ്മൾ കയറിയതിൻ്റെ സെക്കൻഡ് ലൈനിൽ ഫുൾ ഫോൺ കേസുകളും ഫോണിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അവിടുന്ന് ട്രൈപോഡ് നോക്കി, ബട്ട് അത്ര ഇഷ്ടമായില്ല. ആ സെയിം ലൈനിൽ നിന്ന് തന്നെ ഇറങ്ങി വരുമ്പോൾ ബബിൾ ടീയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വാനില ബബിൾ ടീ ഓർഡർ ചെയ്തു. അവരുണ്ടാക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ.
ബബിൾ ടീ വാസ് ഓക്കെ. ആ സാധനം കടിക്കാൻ കിട്ടാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സെയിം ഓപ്പോസിറ്റ് ലൈനിൽ നടന്നപ്പോൾ പാച്ചൂസ് റോൾസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിൽ ബാംഗ്ലൂർ ഭയങ്കരമായിട്ട് വൈറലായൊരു ഷോപ്പാണ്. ഇത് മലയാളിയുടെ ഷോപ്പാട്ടോ. ഇതൊരു റോളാണ്. റോളിൽ പല ടൈപ്പ് ഓഫ് ചിക്കൻ സ്റ്റഫ് ചെയ്ത് ആൻഡ് സോസസ് ഒക്കെ ഒഴിച്ചിട്ടാണ്. ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ പെപ്പർ ചിക്കൻ, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് അവിടെ ഇരിക്കുന്നുണ്ടില്ലേ, അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിക്കൻ്റെ സംഭവങ്ങളാണ്. അതൊക്കെ ആ റോളിൽ റുമാലി റൊട്ടിയിൽ വെച്ച് നമുക്ക് റോൾ ചെയ്ത് തരും. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നടന്നു കേട്ടോ. മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. സെയിം നമ്മൾ വന്ന ലൈനിൽ കൂടെ, ഫസ്റ്റ് വന്നില്ലേ ആ റിങ്സ് ഒക്കെ കണ്ട ആ ലൈനിൽ കൂടെ തന്നെയാണ് തിരിച്ച് നടക്കുന്നത്. ഡ്രസ്സസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ടോപ്സൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് 250 or 200 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കൊന്നും അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് വേണം ആൻഡ് യുണീക്ക് പീസസ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മളൊരു സ്വീറ്റ് കോണും വാങ്ങിച്ച് മെട്രോയിൽ കയറി കേട്ടോ. മെട്രോ സ്റ്റേഷനാണ്, ഉള്ളിൽ ഫുഡ് അലൗഡ് അല്ല, അതുകൊണ്ട് ഫുള്ള് കഴിച്ച് തീർത്ത് നമ്മളങ്ങനെ മെട്രോ കയറി. വീണ്ടും MG റോഡിൽ നിന്ന് മെജസ്റ്റിക് ടു ദാസ്രലി. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. ക്യാബില്ല കേട്ടോ, ഓട്ടോ വിളിച്ചിട്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോയി. വീട്ട് മീൻസ് ഊസ്മോൻ്റെ റൂമിലോട്ട് പോയി. ടൈം 11:30. നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് റിട്ടേൺ വന്നു കേട്ടോ. അവിടെ കാണാനായിട്ടെന്ന് പറഞ്ഞാൽ കൂടുതലും ബ്രാൻഡുകളുടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇന്നത്തേക്കുള്ളൂ. ഇനി നാളെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആയിട്ട് കാണാൻ പറഞ്ഞിട്ട്. ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ടാറ്റാ.